വിനീഷ്. പിന്നെ ഇന്ന് ഞാനൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാണ്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ടൊമാറ്റോ നല്ല ഫ്രഷ് ടൊമാറ്റോയാണ്. ഇത് ഇപ്പോൾ വാങ്ങിച്ചതല്ല, ഏകദേശം ഒരു 1.5 ആഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ ബോട്ടയിൽ വാങ്ങിച്ച ടൊമാറ്റോയാണ്. ഓട്ട ഇല്ലാഞ്ഞുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നത് നോക്കിയപ്പം വാങ്ങിച്ച അതേപോലെ തന്നെ ഇപ്പോഴൊരു ടൊമാറ്റോ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം നമ്മളിപ്പോൾ ഒരു വീട്ടിലാണെങ്കിലൊക്കെ നമ്മൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 ദിവസത്തിനുള്ളിൽ നേരത്തേക്ക് ഇത് ടൊമാറ്റോ കേടാകുമായിരുന്നു. പെട്ടെന്ന് പിന്നെ കേടായി പോകുന്നൊരു ഫ്രൂട്ട്സ് തന്നെയാണ് ഈ ടൊമാറ്റോ. പക്ഷേ ഇത് കണ്ടോ, 1.5 ആഴ്ചയ്ക്കോളം ഫ്രിഡ്ജിൽ, അത് ഫ്രിഡ്ജ് ഓഫായ ഫ്രിഡ്ജിനകത്ത് ഇരുന്ന ടൊമാറ്റോ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്ന് പറയുന്നത്. നമ്മൾ ഭയങ്കര എത്ര മാരക വിഷമാണ് ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാർ പറയും നമ്മൾ സലാഡ് കഴിക്കണം എന്നൊക്കെ പറയും. നമ്മൾ സലാഡ് ഇത് ടൊമാറ്റോ ഒക്കെ വെട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് മുതൽ ഞങ്ങളുടെ ബോട്ട് സലാഡിൽ ടൊമാറ്റോ ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ നമ്മളിനി ഇത് ഉപയോഗിക്കുമ്പോൾ കഴിവതും പുളിവെള്ളമോ മഞ്ഞപ്പൊടിയോ വിനാഗിരിയോ ഉപ്പോ ഒക്കെ ഇട്ട് കുറേ നേരം വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇത് പിന്നെ വേവിക്കാതെ ഒട്ടും കഴിക്കരുത് ആരും. ടൊമാറ്റോ സലാഡ് കേൾക്കുമ്പോൾ ഇത് കഴിക്കുകയേ ചെയ്യരുത്. ഏത് ടൊമാറ്റോ ആണെങ്കിലും അത്രയ്ക്ക് മാരക വിഷമാണ് ഇതിനകത്ത് അടിച്ചു തന്നെ. കാരണം വെച്ചാൽ ഇത് പരിശോധിക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു സംവിധാനവും ഇല്ല. നമ്മുടെ വയറ്റിൽ നിന്ന് പോണത് പരിശോധിക്കാനായിട്ട് എല്ലായിടത്തും സംവിധാനമുണ്ട്. അപ്പോൾ ഇത് ആരെങ്കിലും ഇത് ഒരു നമ്മുടെ മാർക്കറ്റ് വരുന്ന സാധനം ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുകയോ അതിന് വേണ്ട നടപടികൾ എടുക്കുകയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെങ്കിലും ഇനി പച്ചക്കറി അടുക്കള തോട്ടമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. കാരണം ആശുപത്രി കൊണ്ട കാശ് കൊടുക്കാത്ത രീതിയിലോട്ട് ജീവിക്കാൻ അടുത്ത തലമുറയൊക്കെ പെട്ടെന്ന് ചത്തുപോകുമെന്ന് എനിക്ക് തോന്നണം ഇത് കഴിച്ച്. അപ്പം എന്താ പറയണമെന്നറിയാം, അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങളിത് വീട്ടിൽ മേടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടൊമാറ്റോസ് ഇരിക്കണുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കുക. കാരണം വെച്ചാൽ തീർച്ചയായിട്ടും ഇരിക്കും. ഇത് 1.5 ആഴ്ചയായി ഫ്രിഡ്ജിനകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു കുഴപ്പമില്ല. അപ്പം പിന്നെ നിങ്ങളത് ശ്രദ്ധിക്കുക. അത്ര ഗുരുതരമായ വിഷം ഇതിനുള്ളിലുണ്ട് 100%. അപ്പം നിങ്ങളത് കഴിവതും ഇനി പച്ച ടൊമാറ്റോ കഴിക്കുകയേ ചെയ്യരുത്. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. വേറെയും നമ്മൾ ഇതേപോലെ നോക്കിക്കഴിഞ്ഞാൽ പല പച്ചക്കറികളിലും മാരക വിഷം കാണും. ഇത് ഭയങ്കരമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ്. നിങ്ങളിത് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് തീർച്ചയായും ഇടണം. ഓക്കെ, താങ്ക് യു.